ഫലം വിലയിരുത്താൻ മുന്നണികൾ. വലിയ മാർജിനിലെ തോൽവിക്ക് പിന്നാലെ പാലക്കാട് ബിജെപിയിൽ പൊട്ടിത്തെറി. സി കൃഷ്ണകുമാറിനെതിരെ തുറന്നടിച്ച ദേശീയ നിർവാഹക സമിതി അംഗം എൻ ശിവരാജൻ രംഗത്ത് വന്നു. കൃഷ്ണകുമാർ പ്രവർത്തന ശൈലി മാറ്റണമെന്നും സ്റ്റേജിലല്ല അടിത്തട്ടിൽ പ്രവർത്തിക്കണമെന്നുമാണ് വിമർശനം. സിൽബന്ദികളോട് മാത്രമല്ല എല്ലാവരോടും ബന്ധം വേണം. അധികാരത്തിന്റെ ഹുങ്ക് കാണിച്ച ആളുകളെ ഭീഷണിപ്പെടുത്തി പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. കൺവെൻഷന് ശേഷം തന്നെ ഒരു യോഗത്തിൽ പോലും വിളിച്ചില്ല എന്നും പുറത്തുനിന്ന് വന്ന നേതാക്കൾക്ക് പ്രാദേശിക പ്രശ്നം മനസ്സിലായില്ല എന്നും ശിവരാജൻ തുറന്നടിച്ചു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ജനവിധി മാനിക്കുന്നു. എന്താ സംഭവിച്ചത് അത് എനിക്കറിയാം. സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ച് ആദ്യം തന്നെ ഒരു അഭിപ്രായ ഭിന്നത പറഞ്ഞ ആളാണ് താങ്കൾ. അത് കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതുവരെ അഭിപ്രായമുണ്ട്. നിശ്ചയിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കൊപ്പം. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഇപ്പൊ പലരും പറയുന്നതാണ് കുറച്ചുകൂടെ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആളുകൾ, ഇപ്പൊ ശോഭാ സുരേന്ദ്രനോ അതൊക്കെ ആയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു. അത്രയ്ക്കുള്ളൂ. പാലക്കാടൊക്കെ ഒഴുകുമറിച്ച ജയിക്കുമായിരുന്നു. അതായത് പൊതു വോട്ടുകൾ കുറച്ചുകൂടി വരും. പബ്ലിക് വോട്ടുകൾ ജയിക്കുന്നുള്ള അന്തരീക്ഷം വന്നാൽ ഈ രാഷ്ട്രീയക്കാരല്ലാത്ത ഒരു രാഷ്ട്രീയമില്ലാത്ത ആൾക്കാർ ജയിക്കുന്ന സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്നുണ്ട്. ആ വോട്ട് നമുക്ക് കിട്ടുമായിരുന്നു. പാർട്ടി വോട്ടുകളിലും ഒരു തരത്തിലും ചോർച്ച വരികയില്ല അല്ലേ? പാർട്ടി വോട്ടുകൾ ഇപ്പോഴും ചോർച്ച ഒന്നും വന്നിട്ട് ഞങ്ങൾ അടിത്തറയുള്ള വോട്ട് 40,000 അത് കിട്ടിയിട്ടുണ്ട്. 40,000. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 43 കിട്ടിയില്ല. അതൊരു 3,000 എങ്കിലും ചോർന്നിട്ടുണ്ടല്ലോ. ഒന്നുണ്ടായി മനസ്സിലാക്കുന്നത് പാലക്കാട്ടെ പാർട്ടിക്കാരും വോട്ട് മാറ്റി ചെയ്യുന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഞാനത് സമ്മതിക്കില്ല. ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ഞങ്ങളൊക്കെ ഉഴുതുമറിച്ച് ജയിലിൽ കിടന്ന് അടികൊണ്ട് പോലീസ് തട്ടിൽ കിടന്ന് കേസുകൾ നടത്തി പട്ടിണി കിടന്ന് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. അതൊന്നും ഓരോ വോട്ടും ചോദില്ല. ഈ സുരേന്ദ്രനെ മാറ്റണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അതിൻ്റെ സംസ്ഥാന നേതൃത്വം ഞാനിപ്പോൾ എന്തിന് സുരേന്ദ്രനെ മാറ്റി? സുരേന്ദ്രൻ തന്നെ നയിക്കണം. 2026 അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ സുരേന്ദ്രൻ തന്നെ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. മാറ്റുന്നവർക്ക് പാർട്ടി വിട്ടു മാറ്റണമെന്ന് പറയുന്നവരല്ലേ? തോൽവിയോടെ കെ സുരേന്ദ്രനെതിരെ പാർട്ടിയിൽ നീക്കം ശക്തമാണ്. സുരേന്ദ്രൻ തന്നെ പ്രചാരണം നയിച്ചിട്ടും പാലക്കാട് വോട്ട് ചോർച്ചയുണ്ടായത് ഗൌരവമായി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതിയും രംഗത്തെത്തി. ജി ശ്രീജിത്ത് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ശ്രീജിത്ത്, ഏറ്റവും പ്രധാനമായി ഇന്നലെ ഈ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ബിജെപി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലും UDFന് ലീഡ് വന്നത് ഏറെ ശ്രദ്ധേയമായിരുന്നു. ആ ലീഡ് അത് ചെറുതൊന്നുമല്ല. 4590 വോട്ടിന്റെ ലീഡാണ് ബിജെപിയുടെ നഗരസഭയിൽ, ബിജെപി ഭരിക്കുന്ന നഗരസഭയിൽ കോൺഗ്രസിന് പോയത്, അല്ലെങ്കിൽ മറ്റ് മുന്നണിക്ക് പോയത്. അത് എങ്ങോട്ട് പോയി? ആ ബിജെപി വോട്ട് എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യം നമ്മൾ ഇന്നലെ തന്നെ ആവർത്തിച്ചതാണ്. വോട്ട് ഒഴുകിയോ കോൺഗ്രസിലേക്ക് എന്നുള്ള ചോദ്യം നമ്മൾ ഇന്നലെ ചോദിച്ചു. അതോടൊപ്പം തന്നെ പ്രധാനമായും ബിജെപിക്ക് 10,671 വോട്ട് കുറഞ്ഞത് നമ്മൾ ഇന്നലെ വളരെ വ്യക്തമായി സൂചിപ്പിച്ച കാര്യമാണ്. ഇതിനൊക്കെ ശേഷം ഇപ്പോഴിതാ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു പാലക്കാടൻ ബിജെപിയിൽ എന്നുള്ള വാർത്തകൾ വരുന്നു. ശിവരാജൻ രംഗത്ത് വന്നു. നേരത്തെ തന്നെ സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴിതാ വീണ്ടും അദ്ദേഹം വലിയ വിമർശനമായി രംഗത്ത് വരുന്നു. ഒപ്പം സന്ദീപ് വാചസ്പതി വരുന്നു. നേതൃത്വത്തിൽ മാറ്റമുണ്ടാകണം എന്ന് ആവർത്തിച്ചുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് പാലക്കാട്? പാലക്കാട് ബിജെപിയിൽ കഴിഞ്ഞ കുറെ കാലമുള്ള തർക്കങ്ങൾ, പ്രശ്നങ്ങൾ അതിപ്പോഴും തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.